പെട്ടെന്നൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യേ. എന്ത് ചെയ്താലും കുഴപ്പമില്ല. പണം സീതയ്ക്ക് എത്രയും വേഗം കിട്ടിയിരിക്കണം. മേക്ക് ഇറ്റ് ക്വിക്ക്. അതെങ്ങനെ പ്രിയയുടെ അക്കൗണ്ടിലോട്ട് എത്തിയെന്ന് മനസ്സിലാവുന്നതില്ലല്ലോ. ബോസിനെ പോലെ നാടകം കളിച്ചാലും പോരാ, ഇനിയൊരു മീറ്റിംഗ് കൂടി ഉണ്ടാക്കണം. ഇനിയിപ്പോ ഞാൻ അവളോട് എന്താ പറയാ? അറിയാണ്ട് നിന്റെ അക്കൗണ്ടിലോട്ട് വന്നതാ, പ്ലീസ് അതൊന്ന് തിരിച്ചു തരണം എന്നെങ്ങനെ ചോദിക്കും? എങ്ങനെയെങ്കിലും ചോദിക്കും. ചോദിച്ചല്ലേ പറ്റൂ, ഇല്ലെങ്കിൽ ആ രാമൻ എന്നെ ശപിച്ചു കളയും. ഹായ് റാം. ബോസ് എഴുന്നേക്ക്. യെസ് സർ. റാം, ഇന്ന് പറഞ്ഞ മീറ്റിങ്ങിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തില്ലേ? മീറ്റിങ്ങിനെ കുറിച്ച് ടീമിൽ ആരോടും പറഞ്ഞിട്ടില്ല സർ. ആ മീറ്റിംഗ് എനിക്ക് ഒറ്റയ്ക്ക് പറ്റുമെന്ന് അറിയില്ല സർ. അതുകൊണ്ട് ടീമിൽ ആരൊക്കെ വേണമെന്ന് സാർ തന്നെ നിർദ്ദേശിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനിയും പറഞ്ഞില്ലേ? ഇങ്ങനെ ഡിലേ ആക്കിയാൽ എങ്ങനെയാ? ഒരു കാര്യം ചെയ്യാം, സീത താമ്പ, പിന്നെ ആരാ? ഇത്രയും പൈസയും കൊണ്ട് എന്തൊക്കെ വാങ്ങണം? ഒരു ഇലക്ട്രിക് വണ്ടി 25 lakhs -1, അപ്പൊ 24 lakhs. ഇനി എന്തൊക്കെ വാങ്ങണം? ലീസിന് ഒരു വീടും കൂടി എടുത്തു വെച്ചേക്കാം. ഒരു 8 ലക്ഷം രൂപയുണ്ടെങ്കിൽ 2 BHK 3 BHK വീടൊക്കെ കിട്ടുമായിരിക്കും. പെൺകുട്ടിയല്ലേ, ഉറപ്പായിട്ടും കിട്ടും. ആദ്യം ഒരു വീട് വേണം. അത് കഴിഞ്ഞ് വീട് കിട്ടിക്കഴിഞ്ഞാ ഒരു AC വേണ്ടേ? ഓരോ റൂമിലും ഓരോ AC അങ്ങ് വാങ്ങി വെച്ചേക്കാം. പ്രിയ, ഇനി വേറെ എന്തൊക്കെയാ വാങ്ങേണ്ടത്? എക്സ്ക്യൂസ് മീ, ഈ സമയത്ത് തന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഗോയവേ. ബോസ് ആടി. സർ, നിങ്ങളായിരുന്നോ? അത് ഞാനൊരു തിരക്കിനിടയിൽ. ഇന്ന് വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ജോയിൻ ചെയ്. ഗിഫ്റ്റ് തന്നത് പോരാഞ്ഞിട്ട് പ്രൈവറ്റ് ആയിട്ട് ഇനി മീറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുന്നതാണോ സർ? എനിക്ക് മനസ്സിലായി. സന്ധ്യ ആകുന്നത് വരെ ഞാൻ കാത്തിരിക്കും. എന്ത് മീറ്റിംഗാ? ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. എന്തോ മീറ്റിംഗ് ആണെന്ന് മാത്രം പറഞ്ഞു. നാല് 5 6 7 8 9 10 ഒളിച്ചാൽ ഒളിച്ചില്ലേ സാറ്റി. നീ എവിടെ ഒളിച്ചിരുന്നത് സിഹി? എങ്ങനെയുണ്ട്? എന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. എന്നാ നീ വീണ്ടും എണ്ണാൻ തുടങ്ങ്. എനിക്ക് ടൈമായി, ഞാൻ പോട്ടെ. സിഹി, നീ ഇല്ലെങ്കിൽ കളിക്കാൻ ഒരു രസമില്ല എനിക്ക്. സീതമ്മ വരാൻ ടൈം ആയിട്ടുണ്ട്. സീതമ്മ പറഞ്ഞിട്ടുണ്ട് കളി കഴിഞ്ഞിട്ട് വേഗം വരണമെന്ന്. സിഹി, ഒരേ ഒരു കളിയും കൂടി പ്ലീസ്. നിങ്ങൾ എല്ലാരും കളിച്ചോളൂ, എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്. സീതമ്മ ഹാപ്പി ആണെങ്കിൽ എന്നെ പിക്നിക്കിന് വിടുള്ളൂ. ബൈ. സിഹി ഇല്ലെങ്കിൽ കളിക്കാൻ ഒരു രസവും. ഞാൻ വീട്ടിലേക്ക് പോവാടാ. സിഹി, ഇവിടെ ഒളിച്ചിരിക്കണ്ട. ഞാനിപ്പോ ദീപം കൊളുത്താൻ പോവാ. നിന്നെ തിരക്കിയ ശ്രേയസ് ഇങ്ങോട്ട് വരും. നിങ്ങൾ പുറത്തു പോയി കളിക്കാൻ നോക്ക്. മുത്തശ്ശി, ഞങ്ങളുടെ കളിയൊക്കെ കഴിഞ്ഞു. ആണോ? ഇത്ര പെട്ടെന്നോ? മുത്തശ്ശി, ഞാൻ കൈയും കാലൊക്കെ കഴുകിയിട്ട് വരാട്ടോ. വേഗം വാ, രണ്ടുപേർക്കും ഒരുമിച്ച് ദീപം തെളിയിക്കാം. ശരി മുത്തശ്ശി. കനിവരുളേണമേ അമ്മേ, കനിവരുളേണമേ
കാക്കേണമേ കനിവേകി കാക്കേണമേ. ദൈവമേ, സീതമ്മയ്ക്ക് എന്നെ പിക്നിക്കിന് വിടാൻ തോന്നണേ. പ്ലീസ് ദൈവമേ, പ്ലീസ് പ്ലീസ്. കനിവേകി കാക്കേ കനിവരുളേണമേ അമ്മേ കനിവേകി കാക്കേണമേ. എന്താ ഇന്ന് നേരത്തെയാണല്ലോ ഹോംവർക്കിന് ഇരിക്കുന്നേ? സീതമ്മ കുറച്ചു നേരം കഴിയുമ്പോ കേറി വരില്ലേ? അതിനു മുമ്പ് ഞാൻ ഹോംവർക്ക് ചെയ്ത് കഴിയട്ടെ. ഓ, എന്താ ഇന്നത്തെ ഹോംവർക്ക്? ഫ്രൂട്ട്സിന്റെ നെയിം കോപ്പി ചെയ്യണം. അതെയോ? എന്നാ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാട്ടോ. മുത്തശ്ശ, ഉം. സീതമ്മ എന്നെ നല്ല കുട്ടി ആയതുകൊണ്ട് പിക്നിക്കിന് വിടില്ലേ? ആ ചക്കരേ, നീ നല്ല കുട്ടിയല്ലേ? സീത, നിനക്കൊരു കാര്യം അറിയോ? എന്താ? റാമൊന്നും പറഞ്ഞില്ലേ? ഇല്ല. മീറ്റിംഗിന് ലേറ്റ് ആവുന്നേ, പിന്നെ സംസാരിച്ചാ പോരെ? ഓക്കെ ഓക്കെ, പിന്നെ സംസാരിക്കാം. സർപ്രൈസ് ഉണ്ട്. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിന്റെ മീറ്റിംഗ് ഇത്? എനിക്കറിയില്ലെന്നേ, ബോസ് വിളിച്ചല്ലേ, സോ ഞാൻ എങ്ങനെ അറിയാനാ? ബോസിനോട് ഇത്ര ക്ലോസ് ആയിട്ട് ഈ മീറ്റിംഗ് എന്തിനാന്ന് നിനക്ക് അറിയില്ലേ? അത് എനിക്കറിയാം. എന്താ? പറയില്ല, സർപ്രൈസ്. എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ മാത്രം വിളിച്ച മോശമല്ലെന്ന് കരുതി നിങ്ങളെ കൂടെ ചുമ്മാ വിളിച്ചൂന്നേ ഉള്ളൂ. ബോസ് ഒരു പഠിച്ച കള്ളനാ, ശരിക്കും എന്നെ പോലെ. എന്തൊക്കെയാ ഇവളീ പറയുന്നത്? ദൈവത്തിന് മാത്രം അറിയാം. സീത, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അവിടെ വന്ന് വെറുതെ ജൂനിയർ ആർട്ടിസ്റ്റ് ആവാന്നേ ഉള്ളൂ. ഞാനല്ലേ ഇന്നത്തെ ഫുൾ ഹീറോയിൻ. ഞാൻ ലേറ്റ് ആയതിന്റെ ടെൻഷനില്ല. അപ്പോഴാ ഇവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്യാബ് വന്നല്ലോ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. അല്ല, ഈ മീറ്റിംഗിന് ഞാൻ വരണോ? ഇവൾ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ബോസ് വിളിച്ചല്ലേ സീത, പോകേണ്ടത് നമ്മുടെ കടമയാണ്. വന്നേ. രാമ ബി രാമ 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 ഈ ഏയ്, ഒന്ന് മെല്ലെ പാട്. മോക്ക് പാട്ടും ഫ്രൂട്ട്സും തമ്മിൽ മാറിപ്പോവും. ഈ ആർ 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 വൈ വൈ സ്ട്രോബെറി. സ്ട്രോബെറി. കണ്ടോ കണ്ടോ കണ്ടോ, എന്റെ കുട്ടിക്ക് സ്ട്രോബെറി എന്ന് കേട്ടപ്പോ വായിന്ന് വെള്ളം വരുന്നത് കണ്ടോ? എന്താ നിങ്ങള് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ചുവരിലൂടെ പോകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ചുമരിലൂടെ എന്താ പോകുന്നേ മുത്തശ്ശ? ഈ സമയത്ത് ചുവരിലൂടെ പോകുന്നത് പല്ലിയാണെന്നേ നിന്റെ മുത്തശ്ശി പറയൂല. എന്റെ ദൈവമേ, എന്താ മുത്തശ്ശി, പല്ലിയെന്ന് പറയാൻ പാടില്ലേ? എന്റെ ദൈവമേ, സന്ധ്യാസമയത്ത് അത് പറയുന്നത് വീടിന് നല്ലതല്ല. ആണോ? ഹേ, അങ്ങനെയൊന്നുമില്ല മോളെ. നിന്റെ മുത്തശ്ശിക്ക് അന്ധവിശ്വാസം കൂടുതലാ. ഇതിലൊന്നും ഒരു ലോജിക്കും ഇല്ല. ആ, സന്ധ്യാസമയത്ത് മുറ്റം അടിക്കരുത്, പുറത്തിറങ്ങരുത്, ഉപ്പ് പോയി ചോദിക്കരുത്, അങ്ങനെ കുറെ ഉണ്ട്. നീ അതൊന്നും നോക്കണ്ട കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത എന്ത് പറ്റും മുത്തശ്ശി? ആ, കണ്ടോ കണ്ടോ, ഇതിലൊക്കെ തന്നെയാ നിന്റെ ഇൻട്രസ്റ്റ് അല്ലേ? സന്ധ്യാസമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാ വീട്ടില് ചെകുത്താൻ കയറി വരും. നിനക്ക് വീട്ടിലേക്ക് ചെകുത്താൻ കയറി വരണോ ദൈവം കയറി വരണോ? തൽക്കാലം ചെകുത്താനൊന്ന് വരട്ടെ, എനിക്ക് അവനെ ഒന്ന് കാണണം. സബാഷ് മോളെ, ഇങ്ങനെ വേണം കുട്ടികളായ. ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്തോ. മുത്തശ്ശ, സീതമ്മ ഇതുവരെ എത്തിയില്ല. നീ ആദ്യം ഹോംവർക്ക് തീർക്ക്, അപ്പോഴേക്കും വരും. ഹോംവർക്ക് തീർക്കുമ്പോഴേക്കും സീതമ്മ വരുമല്ലേ? ഉറപ്പായും വരും. നിനക്ക് എത്ര പഴങ്ങളുടെ പേര് വേണം? 4. ഇനി ഏതാ വേണ്ടേ? ബനാന. ബി എ ബി എ എൻ എ എൻ എ എൻ എ. എൻ എ. എത്ര എന്നെ ഇടുന്നേ? 3 വട്ടം.
നീ ഇതെന്താടി ബനാന എഴുതാൻ പറയുമ്പോ ബനാനാനാന്നാണ് എഴുതുന്നേ. മുത്തശ്ശ എനിക്കൊരു കൺഫ്യൂഷനാ, മനസ്സിലാവുന്നില്ല എവിടെ സ്റ്റോപ്പ് ചെയ്യണോന്ന്. അത് കൊള്ളാവല്ലോ. എന്നെ എന്ന് വെച്ചാ അത് 2 വട്ടം എഴുതിയാ മതി. മുത്തശ്ശ എനിക്കൊരു ഡൗട്ട്. എന്താ? എന്നെ എന്ന് വെച്ചാ ഞാ അല്ലേ? ആ എം എ എന്ന് വെച്ചാ എന്താ? മാ. എം എം ഇപ്പൊ അത് മാം ആയില്ലേ? ആ എം ഒ എം ഇപ്പൊ എന്താ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാ മുത്തശ്ശൻ ഓടി രക്ഷപ്പെടും. ഇങ്ങ വാ, നിനക്ക് ഞാൻ ഭജന പഠിപ്പിച്ചു തരാം. മുത്തശ്ശി എനിക്ക് കുറെ എഴുതാനുണ്ട്. കൂലിക്ക് ആളെ വിളിച്ചതുപോലെയാ, അല്ലെങ്കിൽ ഒരു പണിയും ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കാൻ വിളിച്ചാ അപ്പ എന്തെങ്കിലും പണിയുണ്ടാവും. അങ്ങനെ ഇതുവരെ ഇല്ലാത്ത ഓരോരോ തിരക്കാ. അല്ല മുത്തശ്ശി, മുത്തശ്ശ എനിക്ക് വേറൊരു ഡൗട്ട്. എന്താ? TO2 ആണെങ്കിൽ SO സു ആവേണ്ടതല്ലേ? എന്നിട്ട് നമ്മൾ അതിനെ സോ എന്നല്ലേ വിളിക്കുന്നത്? സബാഷ്, അങ്ങനെ ചോദിക്ക്. നിന്റെ മുത്തശ്ശൻ ഞാൻ പറയുന്ന ലോജിക്കല്ല എന്ന് പറയില്ലേ? ഇപ്പൊ എന്തു പറയുന്നു? ഈ പറഞ്ഞതിന് ലോജിക്കുണ്ടോ? മോളെ അതങ്ങനെയാ വായിക്കണ്ടേ മോളെ. ആ, തോറ്റു നിന്റെ മുത്തശ്ശൻ തോറ്റുപോയി മോളെ. മുത്തശ്ശ സമയായോ? ആയല്ലോ, സീതമ്മ ഇപ്പൊ വരൂട്ടോ. ആണോ? ഞാൻ സീതമ്മ വരുന്നുണ്ടോന്ന് പോയി നോക്കിട്ട് വരാം. അതെ, അവളുടെ തലയില് പിക്നിക്കിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. ഇനി അവിടെ പോകാതെ അവക്ക് സമാധാനം കിട്ടില്ല. സിഹി വന്നു. എല്ലാരും വാ കളിക്കാം. സിഹി വാ, നമുക്ക് കളിക്കാം. ഞാൻ എന്റെ സീതമ്മേനെ കാത്തിരിക്കുവാണല്ലോ. സിഹി നീ എപ്പോഴും ഇങ്ങനെയാ. ഇനി നീ ഞങ്ങളെ കളിക്കാൻ വിളിക്ക്, അപ്പൊ കാണിച്ചു തരാം. എന്താ സിഹി, സുന്ദരിയായിട്ട് അമ്മയെ കാത്തിരിക്കാണോ? എന്താ കളിക്കാൻ പോണില്ലേ? എനിക്ക് ഹോംവർക്ക് ഉണ്ടായിരുന്നു. സീതമ്മ ഗുഡ് ഗേൾ എന്ന് പറയും. എന്റെ അമ്മയ്ക്ക് ഇപ്പൊ കൊറേ അധികം ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ വീട്ടിലേക്ക് സമയത്തിന് എത്തിക്കൊണ്ടിരുന്നതാ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ, പാവം. എന്റെ സീതമ്മയ്ക്ക് ഞാനാ ഫ്രണ്ട്, ഞാനല്ലാതെ വേറെ ആരുമില്ല. ഏയ്, അവക്കെല്ലാം മനസ്സിലാവും. വർത്താനം കേട്ടില്ലേ? എന്താ മക്കളെ, നേരെ എത്രയായിട്ട് നിങ്ങളുടെ പണിയൊന്നും കഴിഞ്ഞില്ലേ? വീട്ടില് ഭർത്താക്കന്മാര് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഇങ്ങനെ പുറത്തിരുന്ന് സംസാരിച്ചോണ്ടിരിക്കാതെ അകത്ത് ചെന്ന് അവർക്ക് വല്ല ചായ ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. ഇത് പിടിക്ക്. വാ മോളെ, അകത്ത് ചെന്നിരിക്കെ. മുത്തശ്ശി, ആ, സീതമ്മ എന്താ ഇതുവരെ വരാത്തത്? അമ്മയ്ക്ക് ജോലി കൂടുതലുണ്ടാവും. തീർത്തിട്ട് വന്നോളൂ. വാ, നമുക്ക് അകത്തേക്ക് പോവാം. ഇത്ര ദൂരത്തായിരുന്നോ? ഞാൻ അവിടെ അടുത്തായിരിക്കുമെന്നാ കരുതിയേ. എല്ലാം എനിക്ക് വേണ്ടിയാ. മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്താൻ ഒരുപാട് ലേറ്റ് ആവുമല്ലോ. ഓഫ് കോഴ്സ്. ഞാൻ സിഹിക്ക് ഇൻഫോം ചെയ്തിട്ടില്ല. ഞാനൊന്ന് ഫോൺ വിളിച്ചിട്ട് വരാം. യാ പ്ലീസ്. ആ ശരി, നീ പോയി അവളോട് സംസാരിക്കേ. ഞാനൊന്ന് ബോസിനോട് സംസാരിച്ചിട്ട് വരാം. ഏയ്, നീ എന്റെ കൂടെ വരുന്നോ? ആ അല്ലെങ്കിൽ വേണ്ട, എനിക്കും ബോസിനും കുറച്ച് പ്രൈവസി ആവശ്യമുണ്ട്. പോകുമ്പോ കാവടി തുള്ളിയാണല്ലോ പോകുന്നത്. വരുമ്പോ ട്രാജഡി ആവാതിരുന്നാ മതിയായിരുന്നു. നോക്കാം. ഇരിക്കൂ.
വരാത്തേന്ന് ചോദിക്കാത്ത എന്താ? എനിക്കറിയാം, വീട്ടില് വഴക്ക് പറയുമെന്ന് കരുതി ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ കഥാബുക്ക് വെച്ച് കൊണ്ടുപോയില്ലേ? ഇതും അങ്ങനെയല്ലേ? ഞാൻ കഥാബുക്ക്, അവര് രണ്ടുപേരും ടെക്സ്റ്റ് ബുക്ക്. ദൈവമേ, ഇവളെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ കാര്യം പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞോ. അവരിപ്പോ ഇങ്ങോട്ട് വരും. അവർ രണ്ടുപേരും എന്താ ചെയ്യുന്നേ? ആ, സീത അവളുടെ മോളെ ഒന്ന് വിളിക്കാൻ വേണ്ടി പോയതാ. റാം അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. പെയിന്റിങ്സ് നന്നായിട്ടുണ്ടല്ലേ? ആക്ച്വലി കാര്യം കുറച്ച് സീരിയസ്. എന്താ പെയിന്റിങ് നന്നായതോ? അല്ല, എനിക്ക് തന്നോട് പറയാനുള്ളത്. ആ എനിക്കറിയാം. താൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ റിയാക്ട് ചെയ്തോളാം. വേണ്ട, മനസ്സൊന്ന് കട്ടിയാക്കിക്കോ. ഡോൺ വറി, ഞാൻ എല്ലാത്തിനും പ്രിപ്പയർഡ് ആയിട്ടാ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജോലി ഞാനൊന്ന് സിമ്പിൾ ആക്കി തരാം. ഈ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാ. ഗിഫ്റ്റോ? നിങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് കുറെ പൈസ ഇട്ടില്ലേ? പക്ഷേ ഇതെന്റെ സ്വന്തം പൈസ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാ. പുറത്തുള്ളവര് കണ്ട ഇവൾക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂന്ന് കരുതും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഗിഫ്റ്റ് എത്ര കോസ്റ്റ്ലി ആണെന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല രണ്ടാളുടെ ഇടയിൽ. ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? ഐ എം സോ സോറി. വന്നപ്പോ മുതലേ ഞാൻ തന്നെയാ സംസാരിക്കുന്നേ. ഇനി നിങ്ങൾ പറ സർ. നോക്ക് പ്രിയ, ഞാൻ പറയുന്നത് നീ എങ്ങനെ എടുക്കുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്കിത് പറഞ്ഞേ പറ്റൂ. ഇതെന്റെ കടമയാ. പറയ് സർ. തനിക്കിപ്പോ വന്ന കാശ് തനിക്കുള്ളതല്ല. എവിടെയുള്ളേ സീതമ്മ? സോറി മോളെ, ഇന്ന് പെട്ടെന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇങ്ങോട്ട് വരണ്ട വന്നു. ഒന്ന് പോ സീതമ്മ, നീ എപ്പോഴും ഇങ്ങനെയാ. ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ അപ്പ തൊട്ട് കാത്തിരിക്കുക, അറിയോ? ഞാനെങ്ങാനും പുറത്ത് കളിക്കാൻ പോയാ നീ എന്നോട് വേഗം വരാൻ പറയും. നിനക്ക് വേഗം വന്നൂടെ? ഞാൻ പറഞ്ഞില്ലേ എന്റെ മുത്തേ, എനിക്കറിയില്ലായിരുന്നു ഈ മീറ്റിങ്ങിനെ പറ്റി. ദേഷ്യത്തിലാണോ എന്റെ മുത്തുമണി? അങ്ങനെ കൊഞ്ചിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി, ഞാൻ ലേറ്റ് ആവട്ടോ വരാൻ. അതുകൊണ്ട് കാത്തിരിക്കണ്ടോ. അത്രയ്ക്ക് ലേറ്റ് ആവോ? അത് പറയാൻ പറ്റില്ല മോളെ. നീ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോട്ടോ. അപ്പൂപ്പനോടും അമ്മൂമ്മയോടും വഴക്കിടല്ലേ. ഗുഡ് ഗേൾ ആയിട്ടിരിക്കണം. ബൈ. അറിയാം, അത് നിങ്ങളുടെയല്ലേ? അല്ല, അത് മറ്റൊരു അക്കൗണ്ടിലേക്ക് എത്തിച്ചേരേണ്ട കാശ് മിസ്സായി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നത്. താൻ എത്രയും പെട്ടെന്ന് ആ കാശ് തിരിച്ച് ഓഫീസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം.